സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ ദൈവം നിശബ്ദനാകുമ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 34 അധ്യായം 6 തിരുവചനം ഇങ്ങനെ വായിക്കാം: ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വിചാരിക്കും ദൈവം കേൾക്കുന്നില്ലെന്ന്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ല സമയത്ത് ദൈവം മറുപടി നൽകും. 1 പത്രോസ് 5 അധ്യായം 7 തിരുവചനം ഇങ്ങനെ വായിക്കാം: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അലൻ എംസ് എഴുതിയ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഈ പുസ്തകത്തിൽ പ്രാർത്ഥനകളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഇന്നത്തെ അധ്യായത്തിൻ്റെ സന്ദർഭം ഇതാണ്. ഈശോയും ശിഷ്യന്മാരും കൂടെ ഗ്രാമത്തിൽ പ്രസംഗിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടക്കുക. തിരിച്ച് നടക്കും വഴി ചേറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണുന്നു. അപ്പം ഈ കുട്ടിയോട് പത്രോസ് ചോദിക്കുകയാണ്, നീ കളി ശരിക്കും ആസ്വദിക്കുകയാണല്ലോ, നിൻ്റെ കളി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി മറുപടി പറയുന്നു, അതെ, ഞാൻ ആസ്വദിക്കുകയാണ്, ഞാനൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കുകയാണ്, ഇതൊക്കെ വീടുകളാണ്. അപ്പോൾ അവൻ ഈ ചെളിക്കകത്ത് ഇങ്ങനെ വീടും കൃഷിത്തോട്ടമൊക്കെ ഉണ്ടാക്കുവാണ്. അതൊക്കെ ഇങ്ങനെ പത്രോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പത്രോസ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അപ്പൻ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പം ഈ കുട്ടി പറയുവാണ്, അമ്മ പറയുന്നത് എൻ്റെ അപ്പൻ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ്. പക്ഷേ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയുന്നത് അപ്പനെ റോമാക്കാർ കുരിശിലേറ്റി എന്നാണ്. അപ്പോൾ ഈ കുട്ടി പറയുവാണ്, അമ്മ പറയുന്നത് അപ്പൻ അപകടത്തിൽ മരിച്ചുപോയി, പക്ഷേ ഇവൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയുന്നത് അപ്പനെ കുരിശിലേറ്റി എന്നാണ്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിക്കുകയാണ്, കുരിശിലേറ്റുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിയുടെ അമ്മ വന്നു. ഇനിയുള്ളത് നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? നിങ്ങൾ എൻ്റെ കുട്ടിയോട് എന്താണ് ചെയ്യുന്നത്? അപ്പം പത്രോസ് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിലതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഓ, നാണക്കേട് കാരണം അവൾ തല കുമ്പിട്ടു. ഞാൻ എഴുന്നേറ്റ് അവളുടെ സമീപം ചെന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് പറഞ്ഞു, ഇത് ഈശോയാണേ. ഈശോ ചെന്ന് ഈ കുട്ടിയുടെ അമ്മ എടുത്ത് ചെന്നു. എന്നിട്ട് പറയുക, നീ ലജ്ജിക്കേണ്ടതായി ഇവിടെ യാതൊന്നുമില്ല. നിനക്ക് മിടുക്കനായ ഒരു കുട്ടിയുണ്ട്. മാത്രമല്ല സ്നേഹമുള്ളൊരു ഹൃദയവും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. അപ്പം ഈശോ ഇവളുടെ അടുത്ത് നിന്ന് പറയുവാണ്, നീ ലജ്ജിക്കേണ്ടതായിട്ടൊന്നുമില്ല. നിനക്ക് മിടുക്കനായൊരു കുട്ടിയുണ്ട്, സ്നേഹമുള്ള ഒരു ഹൃദയവും ഞാൻ നിന്നിൽ കാണുന്നു. അങ്ങനെ ഈശോയാണ് പറയുന്നത്. അപ്പം അവളുടെ മറുപടിയാണ്, എനിക്ക് പോകണം. വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ പോകുവാനൊരുങ്ങി. അമ്മ വരുന്നതിന് മുൻപേ പത്രോസ് ഈ കുട്ടിക്കൊരു പണക്കിഴി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടി ഇപ്പം അമ്മയോട് പറയുക, അമ്മേ, ഈ നല്ല ആളുകൾ നമുക്ക് എന്താണ് തന്നതെന്ന് നോക്കൂ. നാണയക്കിഴി അമ്മയെ കാണിക്കുമ്പോൾ അവൻ പറഞ്ഞു. അവിശ്വസനീയമായ ഭാവത്തിൽ അവനെ നോക്കിയിട്ട് അവൾ ചോദിച്ചു, ഇത് നീ കട്ടെടുത്തതല്ലല്ലോ, ആണോ? അപ്പം അതിന് പത്രോസ് മറുപടി പറയുന്നുണ്ട്, അല്ല, ഞങ്ങളിത് നിനക്ക് തരുവാനായി അവന് കൊടുത്തതാണ്. അപ്പോൾ പത്രോസ് പറയുക, അത് കുട്ടി കട്ടെടുത്തതല്ല, അമ്മയുടെ കൊടുക്കാൻ വേണ്ടി ഈശോയും പത്രോസും ഒക്കെ കൊടുത്താന്ന് പറയുക. അപ്പം അമ്മ ചോദിക്കുകയാണ്, പക്ഷേ എന്തിന്? അവൾ ചോദ്യം ചെയ്തു. അപ്പോൾ ഈശോയാണ് മറുപടി പറയുന്നത്, ഇത് നിനക്കുള്ളതാണ്, അതുകൊണ്ട് നിനക്ക് കേസറിയായിലുള്ള നിൻ്റെ കുടുംബത്തിലേക്ക് പോകാം. അവളെ നോക്കി മൃദുവായി പുഞ്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം ഈശോയാണ് മറുപടി പറയുന്നത്, ഇത് നിനക്കുള്ളതാണ്, ഇതുകൊണ്ട് നിനക്ക് കേസറിയായിൽ നിൻ്റെ കുടുംബത്തിലോട്ട് പോകാമെന്ന് പറയുക.
അപ്പം ഇവൾ ചോദിക്കുകയാണ്, എൻ്റെ കുടുംബം അവിടെയാണെന്ന് താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? അവൾ വിസ്മയത്തോടെ ചോദിച്ചു. നിൻ്റെ പിതൃ സഹോദരൻ അവിടെ ഉണ്ടെന്നും നീ അയാളുടെ പക്കൽ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം നിന്നെയും മകനെയും സംരക്ഷിച്ചു കൊള്ളുമെന്നും എനിക്കറിയാം. അപ്പം ഈശോ പറയുകയാണ്, നിൻ്റെ പിതാവിൻ്റെ സഹോദരൻ കേസറിയയിലുണ്ടെന്നും അവിടെ ചെന്നാൽ അദ്ദേഹം നിന്നെയും മോനെയും സംരക്ഷിച്ചു കൊള്ളുമെന്നും ഈശോ പറയുക. ഇവൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, പക്ഷേ അങ്ങ് ഇതെങ്ങനെ അറിയുവാനാണ്? ഈ പട്ടണത്തിൽ ആർക്കും അറിയാത്ത കാര്യമാണിത്. അവൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈശോ പറയുന്ന മറുപടി നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഈശോ പറയുക, ഞാൻ അറിയുന്നു നിൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമെന്നുള്ള നിൻ്റെ പ്രാർത്ഥനകളും അനുദിന ജീവിതത്തിൽ തെല്ലു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിൻ്റെ യാചനകളും ദൈവം അറിയുന്നു. അതെ, ദൈവം കേൾക്കുന്നു, ഉത്തരമരുളുന്നു. പ്രിയമുള്ളവരെ, ഈശോയോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം അതിന് ഉത്തരവും അരുളുന്നു. അങ്ങനെയാണ് ഇവിടെ വ്യക്തമാക്കി പറയുന്നത്. ഇതിൻ്റെ ബാക്കി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ മുഖമുയർത്താതെ കരയുവാൻ തുടങ്ങി. എന്നെ നോക്കാതെ അവൾ പുഴിയിൽ ദൃഷ്ടിയൂന്നി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇവൾ മുഖമുയർത്താതെ കുനിഞ്ഞിരുന്ന് കരഞ്ഞു, കർത്താവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുനിഞ്ഞവളെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചു. നിൻ്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ ഓർത്ത് കൃതജ്ഞതയുള്ളവളായിരിക്കാൻ മറക്കരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള സമയത്തല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ല സമയത്ത് ദൈവം മറുപടി നൽകും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്, ദൈവം തീർച്ചയായും മറുപടി നൽകും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു ഷെയറിങ്ങുമായി കാണാം.